അപ്പോൾ നമ്മുടെ ആലപ്പുഴ മണ്ഡലമാണ് ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്. ആലപ്പുഴ മണ്ഡലം എന്ന് വെച്ചാൽ 5 ലോക്കൽ ബോഡീസ് ഉള്ളതാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയും 4 പഞ്ചായത്തോടാണ് ആലപ്പുഴ മണ്ഡലത്തിലുള്ളത്. വോട്ട് നോക്കുകയാണെങ്കിൽ ലോക്കൽ ബോഡിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ട് നോക്കുകയാണെങ്കിൽ LDF ആണ് വളരെയധികം മുന്നിലുള്ളത്. 63,343 41% വോട്ട് പിടിച്ചിട്ടുണ്ട്. UDF 55,000 വോട്ടോളം പിടിച്ചിട്ടുണ്ട്. അത് 1/3 വോട്ട് 35% വോട്ട് പിടിച്ചിട്ടുണ്ട്. BJP 16% ഉള്ളൂ, 26,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതേഴ്സ് 10,000 വോട്ട്, സ്വതന്ത്രരും മറ്റു പാർട്ടിക്കാരും ഉണ്ട്. പിന്നെ LDFന്റെ മെമ്പർമാർ നോക്കി LDFന് 65 പേര്, UDFന് 37 പേര്, ND 7 മെമ്പർമാര്, അതേഴ്സ് സ്വതന്ത്രമായിട്ട് 7 മെമ്പർമാരും ഉണ്ട്. അപ്പോൾ നമ്മൾ മത്സരിക്കുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ AD തോമസ്, CPMന്റെ ചിത്തരഞ്ജൻ, ഒരു സിറ്റിംഗ് MLA ആണ് അദ്ദേഹം, BJPയുടെ MJ ജോബ്. അപ്പൊ അതുകൂടെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ BJPയുടെ MJ ജോബ് ആക്ച്വലി അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ ഇലക്ഷനിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് പിന്നെ BJPയിലോട്ട് ചേർന്നതാണ്. കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു മുതിർന്ന നേതാവാണ് ആലപ്പുഴ ജില്ലയിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം BJP പിടിക്കുന്ന വോട്ട് കൂടുതലും കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും. BJPയുടെ വോട്ട് 25,000 ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു വോട്ട് കൂടെ വരികയാണെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് അവിടെ കുറയും. LDFന്റെ ഏകദേശം സിമിലർ വോട്ട് തന്നെ, കുറച്ച് കുറവെന്നാലും ഭരണവിരുദ്ധ വന്നാലും ഇത്രയും റേഞ്ച് ഉണ്ട്. 10,000 വോട്ടിന്റെ മാർജിനിലാണ് അവർ വിജയിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അദ്ദേഹം സ്ഥാനാർത്ഥിയാവേണ്ടായിരുന്നു. അദ്ദേഹം നിൽക്കാതെ ചിലപ്പോൾ UDF 10,000 വോട്ട് കവർ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം BJPയിലോട്ട് പോയി. MJ ജോബ് അദ്ദേഹത്തിന് UDFന്റെ ഇതിൽ നിന്ന് വോട്ടും കുറയുകയും. എൻ്റെ ഒരു അനാലിസിസ് LDF തന്നെ അവിടെ സുഖമായിട്ട് ജയിക്കുമെന്നാണ്. ആലപ്പുഴ LDFനാണ് ഞാൻ ബെറ്റ് ചെയ്യുന്നത്. പിന്നെ 2ാം സ്ഥാനം ചിലപ്പം BJP വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം UDFന്റെ വോട്ടിലാണ് കുറവ് വരുന്നത്. അതാണ് NDA പിടിക്കുന്നത്. കുറച്ച് LDF വോട്ട് പിടിക്കും. എന്തായാലും 25,000 എന്ന് പറഞ്ഞാൽ ഒരു 30,000 വോട്ടോളം BJPക്ക് ഒരു മണ്ഡലത്തിലുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പലർക്കും സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്ര വോട്ട് കാണിക്കത്തുള്ളൂ. ബാക്കി മണ്ഡലം വരുമ്പോൾ BJP കുറച്ചുകൂടെ വോട്ട് കൂടാറുണ്ട്. അപ്പം 30,000 വോട്ടിന്റെ കൂട്ടത്തിൽ ഒരു 5,000, 10,000 അദ്ദേഹത്തിന് വേണ്ടിയാണ് 45,000 വരെയൊക്കെ അത് കൂടുതൽ BJPക്ക് അവിടെ വലിയ സാധ്യതയായിട്ട് നിൽപ്പുണ്ട്. ചിലപ്പോൾ സെക്കൻഡ് ആവാൻ സാധ്യതയുണ്ട്. നല്ലൊരു ചെറിയൊരു മാർജിനിൽ തന്നെ എത്തായിട്ട് എന്തായാലും നല്ലൊരു വോട്ടിംഗ് തിരിച്ചു വരും. എന്തായാലും ആലപ്പുഴ വിജയിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ LDFന് തന്നെയാണ്. സിറ്റിംഗ് MLA തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്.